മിസ്റ്റർ ജിപ്സിയുടെ ECT-MS-XL സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ കാണാൻ പോകുന്നത് ചില ഷോർട്ട് കട്ട്സ് ആണ്. ചിലപ്പോൾ ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാത്തൊരിതായിരിക്കും, പക്ഷെ എന്നാൽ പോലും ഇത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് നല്ല ഒരു കാര്യമാണ്. കാരണം ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആവശ്യം വരാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മറ്റേ ഇതിൽ നിന്നുള്ള വേർഡുകളുണ്ട്. ഈ വേർഡ് എത്ര അക്ഷരങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് നമ്മളിപ്പോൾ ചിരഞ്ജീവി എന്ന് നമ്മൾ ഓരോ അക്ഷരം വെച്ചിട്ട് എണ്ണണമല്ലോ അല്ലേ. അപ്പൊ അതില്ലാതെ തന്നെ എന്താണ് ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട്, അല്ലാതെ നിങ്ങളുടെ സിമ്പിൾ ടിപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ചെയ്യാൻ, ഫോർമുല ഒന്നും നമ്മൾ പറയണ്ട. അത് ഫോർമുല കണ്ട് ചിലപ്പോൾ ആൾക്കാർ തോന്നും ഭയങ്കര വലിയ സംഭവമാണെന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു ചെറിയൊരു 3 അക്ഷരമുള്ള ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. സോ അതിൽ ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ സാധാരണത്തെ പോലെ തന്നെ ഈക്വൽ ടു എന്ന് നമ്മൾ ആദ്യം കൊടുക്കുക. പിന്നെ എന്താ നമ്മൾ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എത്രയാണോ വലിപ്പം എന്നുള്ളതാണ്. അപ്പൊ സാധാരണ നമ്മൾ എന്താ വലിപ്പത്തിനൊക്കെ പറയുക ലെങ്ത് എന്നല്ലേ പറയാറ്. അപ്പൊ ലെങ്ത്തിൽ ആദ്യത്തെ 3 അക്ഷരം നമുക്ക് എടുക്കാം. LEN എന്ന് എടുക്കാം. അത് അടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ പറ്റും റിട്ടേൺസ് എ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ ടെക്സ്റ്റ് സ്ട്രിംഗ്. അതായത് എത്ര ക്യാരക്ടറുകളുണ്ട്, എത്ര അക്ഷരങ്ങളുണ്ട് ഒരു സ്ട്രിങ്ങിൽ എന്നുള്ളതാണ് അതിലെടുക്കാൻ പോകുന്നത്. ടാബ് ഞാൻ കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞിട്ട് ഇതങ്ങ് എടുക്കുകയാണ്. പാരാന്തസിസ് ക്ലോസ് ചെയ്യാണ്, ഒരു എൻ്റർ അടിക്കുകയാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കി, ചിരഞ്ജീവി CHIRANJEEV എന്നാണ് ചിരഞ്ജീവി എന്നുള്ള വരുന്നത്. ഇനി ഞാൻ അതിന്റെ ഒപ്പം തന്നെ ചിരഞ്ജീവിന്റെ കൂടെ തന്നെ ഒരു കുമാർ എന്നുകൂടി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ, കുമാർ എന്ന് കൊടുത്ത സമയത്ത് 16 അപ്പൊ പക്ഷെ നമുക്കൊരു തോന്നലുണ്ടാവും, കുമാർ എന്ന് പറഞ്ഞാൽ 5 അക്ഷരമല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെയാണ് അപ്പൊ 10 + 5 15 അല്ലേ വരാൻ പാടുള്ളൂ. പക്ഷെ നമുക്കിത് വന്നിട്ടുള്ളത് 16 അതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ സ്പേസ് വന്നിട്ടുണ്ട്. ഈ നമ്മളിങ്ങനെ ലെങ്ത്തിന്റെ സംഭവം എടുക്കുന്ന സമയത്ത് അവർ ആ സ്പേസും കൂടി കൗണ്ട് ചെയ്തിട്ടായിരിക്കും എടുക്കുക. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വന്നിട്ടുള്ളത്. ഇപ്പൊ അതേ സംഭവം തന്നെ നമുക്ക് എല്ലായിടത്തും നമുക്ക് നോക്കാം. ഞാൻ ഇത് ഫോർമുല അങ്ങോട്ട് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇത് പേസ്റ്റ് ചെയ്ത ഓരോന്നിനും സ്ട്രിങ് എത്രയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ നോക്കിയതാണ്. വിഷ്ണു എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് 6 അക്ഷരം വരുന്നത്. പിന്നെ ഒരു ശങ്കർ വന്നിട്ടുണ്ട്, 7 ആണുള്ളത്. ഇനിയിപ്പോ നമ്മൾ മറ്റേ അമല എന്നുള്ളത് അതിന്റെ കൂടെ തന്നെ സ്പേസ് ഇല്ലാതെ കുമാരി എന്ന് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ, കുമാരി K എന്ന് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എത്ര വരുന്നു. ഒറ്റയടിക്ക് 13 എന്ന് വന്നു. അപ്പോൾ അമല കുമാരി K എന്ന്, പിന്നെ അപ്പൊ അമല കഴിഞ്ഞിട്ട് കുമാരിക്കിന്റെ ഇടയിൽ ഒരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2 സ്പേസ് വന്നു. ഒറ്റ സ്പേസ് വന്നു കഴിഞ്ഞാൽ ഒരു എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്ര വരുന്നത് എന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ലെങ്ത് കണ്ടുപിടിക്കുക. ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ കീവേഡ് നമ്മൾ ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. നമ്മളെ കീവേഡിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളം അല്ലെങ്കിൽ എത്ര അക്ഷരം നോക്കുമ്പോൾ ലെങ്ത് നോക്കുക. ലെങ്ത്തിന്റെ ആദ്യത്തെ 3 അക്ഷരം എന്ന് പറഞ്ഞാൽ LEN ആണ്. അപ്പൊ ഈക്വൽ ടു LEN എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണി അത്ര എളുപ്പമാണ്. ഇനി നമുക്ക് ഇതേപോലെ നമ്പേഴ്സിന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് നമുക്ക് ഒന്ന് കണ്ടുപിടിക്കാം. ഈക്വൽ ടു LEN എന്ന് ഞാൻ കൊടുത്തു, ടെക്സ്റ്റ് കൊടുത്തു. അതിന് പറയാൻ ഞാൻ ഈ ഡേയ്സിന്റെ ഇവിടെയാണ് കൊടുക്കാൻ പോകുന്നത്. കൂടി അടിക്കാം, എൻ്റർ അടിച്ചു നോക്കാം. അപ്പൊ അത് വരുന്നുണ്ടല്ലേ. അപ്പൊ നമ്മൾ ഈ നമ്പർ നോക്കുകയാണെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ നമുക്കത് കിട്ടും. ഇപ്പൊ ഇതിൽ എത്ര ഇതുണ്ട്, ഇപ്പൊ എന്താണ് 11,430, 1 2 3 4 5 ഡിജിറ്റ് ഉള്ളത്. അപ്പൊ 5 ഇവിടെ വന്നു. 120 3 ഡിജിറ്റ് 3 എന്ന് വന്നു. ഇവിടെ ഒരു 678 3 ഡിജിറ്റ് 3 വന്നു. 12 156 5 ഡിജിറ്റ് എന്ന് വന്നു. അപ്പൊ നമുക്ക് ഒരു വേർഡിന്റെയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു നമ്പറിന്റെയോ എത്ര ഡിജിറ്റ്സ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ എത്ര അക്ഷരങ്ങളാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ് LEN എന്നുള്ള ഈ ഫോർമുല. LEN എന്നുള്ളതാണ് ഈ ഫോർമുല വരുന്നത്. ഇത് ഇത്ര വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം കാണുവാനായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മിസ്റ്റർ ജിപ്സി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.